യുക്രൈനിൽ ആക്രമണം തുടരുമെന്ന് വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ ഭീഷണിക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് വോളോഡിമിർ സെലൻസ്കിയും ആവർത്തിച്ചു. അമേരിക്കയും ബ്രിട്ടനും നൽകിയ ആയുധങ്ങൾ യുക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ ഉൾപ്പെടെ നടന്ന അതിശക്തമായ റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾക്ക് വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പല മേഖലകളും ഇരുട്ടിലാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിന് താൽപ്പര്യമില്ലെന്ന് സെലൻസ്കി നിലപാട് അറിയിച്ചു. ഐസൺ ജോസ് ചേർന്ന് വിവരങ്ങളുമായി. ഐസൺ, വലിയ പ്രശ്നത്തിലേക്കാണല്ലോ വീണ്ടും പോകുന്നത്. ഈ ആയുധങ്ങൾ പ്രയോഗിക്കുക, ഈ വൈദ്യുത കേന്ദ്രങ്ങളിലേക്ക് വരെ കടന്നു ചെല്ലുക, ഇത്തരം വിഷയങ്ങളൊക്കെ വലിയ ആശങ്കയാണെന്ന് മാത്രമല്ല ഇരുവരും പിന്നോട്ടില്ല എന്നറിയിക്കുന്ന സാഹചര്യം കൂടിയാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. തീർച്ചയായും വീണ, അതിസങ്കീർണമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന സംശയം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഉയരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ അന്താരാഷ്ട്ര നേതാക്കളെല്ലാം തന്നെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് കൃത്യമായ ചില നിലപാടുകൾ അറിയിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണം നടക്കുമെന്ന് അദ്ദേഹം പറയുകയും അത് ഇന്നലെ കൂടി നടക്കുകയും ചെയ്തു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. 9.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ ആക്രമണം നടത്തിയെന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത്. ആ കാര്യം അത്തരത്തിൽ ദീർഘസമയം നീണ്ടുനിന്ന ആക്രമണം നടന്നതായി തന്നെയാണ് പുടിനും സ്ഥിരീകരിക്കുന്നത്. സ്വാഭാവികമായും വലിയൊരു പ്രശ്നമായി ഇത് വളർന്നു വരാനുള്ളൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധിയായ വിഷയങ്ങൾ പുടിൻ ഉന്നയിക്കുന്നുണ്ട്. അമേരിക്ക നൽകിയ ആയുധങ്ങൾ, അമേരിക്കയും ബ്രിട്ടനും നൽകിയ ആയുധങ്ങളാണ് ഈ അടുത്ത കാലങ്ങളിലായി റഷ്യക്കെതിരെ ശക്തമായി പ്രയോഗിച്ചത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, മറ്റൊരു പ്രധാന സംഭവവികാസം കൂടി ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. ഉത്തര കൊറിയയുടെ ഉത്തരകൊറിയയുടെ സൈന്യം കർസ്ക് മേഖലയിൽ ചെറിയ തോതിലെങ്കിലും വിന്യസിക്കപ്പെട്ടു എന്ന് വളരെ കൃത്യമായി അമേരിക്ക സൂചനയും നൽകുന്നുണ്ട്. സെലൻസ്കി എല്ലാം തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യുക്രൈൻ അതിർത്തിയിൽ ഇത്തരത്തിലുള്ളൊരു സേനാവിന്യാസം നടന്നുവെന്ന്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മൈനുകൾ, അതായത് കുഴിബോംബുകൾ എന്നറിയപ്പെടുന്ന മൈനുകൾ ഉൾപ്പെടെ നൽകി ആ പ്രദേശത്ത് കുറേ കൂടി ശക്തമായ ഒരു ആയുധ സന്നാഹം ഒരുക്കാൻ യുക്രൈന് പിന്തുണ നൽകാനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, നേരത്തെ നൽകിയ മിസൈലുകൾ, ശക്തമായ പ്രിസിഷൻ മിസൈലുകളെല്ലാം തന്നെ പ്രയോഗിക്കാനുള്ള അനുമതിയും നൽകിയിരുന്നു. ഇത്തരത്തിൽ റഷ്യക്കെതിരെ ആക്രമണം സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സ്വാഭാവികമായും അതിശക്തമായി തിരിച്ചടിക്കാനുള്ള നീക്കം തന്നെയാണ് റഷ്യ നടത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ 1000-ലേറെ ദിവസം കഴിഞ്ഞു. 1000 ദിവസം പിന്നിട്ടിട്ട് ദിവസങ്ങളായി ഏതാണ്ട് ഒരാഴ്ചയോളം ആകാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യുദ്ധം വീണ്ടും കൊടുമ്പുരി കൊള്ളുന്നത് എന്നാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അതായത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ യുക്രൈനെതിരെ സ്വീകരിക്കുമെന്ന ഉറച്ച നിലപാട് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി 2 ഘട്ടങ്ങളിലായി നടന്ന ആക്രമണത്തിൽ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിൽ പൂർണ്ണമായും ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 10 ലക്ഷത്തോളം പേർ അല്ലെങ്കിൽ 10 ലക്ഷത്തോളം പേർ താമസിക്കുന്ന മേഖലയിൽ മുഴുവനും ഇരുട്ടിലായി കഴിഞ്ഞു എന്നാണ് സെലൻസ്കി വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ശൈത്യകാലമാണ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം വലിയ തോതിലൊരു ആഘാതം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കുടിവെള്ള വിതരണവും അതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിലെല്ലാം തന്നെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് സംബന്ധിച്ച് വ്യക്തമായൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നതും ഏറെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ആണവ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കാൻ റഷ്യ മുതിരുകയാണെങ്കിൽ അതീവ അപകടകരമായിരിക്കും സാഹചര്യമെന്നും നിരീക്ഷകരെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യൻ പ്രസിഡന്റിൻ്റെ ഈ ഭീഷണിയെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ടത് എന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശക്തമായ ആക്രമണം ഇനിയും തുടരുമെന്ന് തന്നെയാണ് റഷ്യ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനും യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തുന്നതിനും ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യുക്രൈനെ അത്തരത്തിൽ ഈ 2 സംഘടനകളിൽ 2 സംവിധാനങ്ങളിലും ഉൾപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും റഷ്യ നേരത്തെ നിലപാടെടുത്തത് യുക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ ഏതെങ്കിലും നാറ്റോ സഖ്യരാജ്യങ്ങൾ നൽകിയതാണെങ്കിൽ അത് നാറ്റോയുടെ നിലപാടായി കണക്കാക്കുമെന്നാണ്. സ്വാഭാവികമായും നാറ്റോയ്ക്കെതിരായ നിലപാട് കൂടിയാണ് റഷ്യ യുക്രൈനെതിരെ നടത്തുന്ന ആക്രമണങ്ങളെന്നും വായിച്ചെടുക്കേണ്ടി വരും. സ്വാഭാവികമായും അത് ഈ അടുത്ത ദിവസങ്ങളിലായി അതിൻ്റെ ഫ്രീക്വൻസി വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചയായി 2 തവണ അതിശക്തമായ ഓർഷനിക് മിസൈലൊക്കെ അതിസങ്കീർണമായ പ്രിസിഷൻ മിസൈലുകളാണ്, ശക്തമായ സ്ഫോടന ശേഷിയുള്ള മിസൈലുകളാണ്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡായ വലിയ നാശമുണ്ടാക്കുന്ന ബോംബുകളെല്ലാം തന്നെ പ്രയോഗിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ അതിരൂക്ഷമായ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം തന്നെ നാറ്റോയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന റഷ്യൻ പ്രസിഡന്റിൻ്റെ നീക്കം തന്നെയാണ്. അത് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ നാറ്റോയ്ക്കെതിരായൊരു നീക്കമായി അല്ലെങ്കിൽ ഈ നാറ്റോ സഖ്യം റഷ്യക്കെതിരെ നീങ്ങുന്നതിൻ്റെ പ്രതികരണമായി അതിനെ കണക്കാക്കേണ്ടി വരുമെന്നും വളരെ കൃത്യമായി പറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായപ്പോൾ സംഘർഷം രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്. വീണ. ഓക്കെ.